ഒരു കാലത്ത് CPM-ന്റെ അഭിമാനമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച് ശ്രദ്ധ നേടിയ കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ. ഐഷ പോറ്റിയും കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടന്നു എന്ന് സൂചന. ചർച്ചകൾ പുരോഗമിക്കുന്നു. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുന്നു. ഐഷ പോറ്റി കുറച്ചു കാലമായി CPM-ന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഐഷ പോറ്റിക്ക് സീറ്റ് ലഭിച്ചില്ല. അതിനുശേഷം പാർട്ടിയിൽ നിന്ന് ഐഷ പോറ്റി അകലുകയും പാർട്ടി ഐഷ പോറ്റിയെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കൊട്ടാരക്കരയിലെ ജനകീയ നേതാവായ ഐഷ പോറ്റി കോൺഗ്രസുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നു. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നത് ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ നീക്കമാണ് അവർ നടത്തിയിരിക്കുന്നത്. കെ സുധാകരൻ KPCC അധ്യക്ഷനായ ശേഷം ശക്തമായ നീക്കങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട് കോൺഗ്രസിന്. ഐഷ പോറ്റി കൊട്ടാരക്കരയുടെ ജനകീയ മുഖമാണ്. ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചതോടുകൂടിയാണ് ഐഷ പോറ്റി ശ്രദ്ധ ആകർഷിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കുറെ കാലം ഐഷ പോറ്റി CPM-ന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു. ഐഷ പോറ്റി CPM-ന്റെ പ്രിയപ്പെട്ട നേതാവ് എന്നത് മാത്രമല്ല, കൊട്ടാരക്കരയുടെ ജനകീയ മുഖവുമായിരുന്നു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ചെയ്ത വികസനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പാർട്ടിക്ക് അതീതമായി ഐഷ പോറ്റിക്ക് വലിയൊരു സ്വാധീനം കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഐഷ പോറ്റിയെ തഴയുന്ന കാഴ്ച കണ്ടു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നുവെന്ന് ഐഷ പോറ്റി പ്രഖ്യാപിക്കുന്നത് വരെ എത്തി ഈ തഴയൽ. ഐഷ പോറ്റിയെ തഴഞ്ഞുകൊണ്ട് KN ബാലഗോപാലിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിപ്പിച്ചതോടെ ഐഷ പോറ്റി CPM-ന്റെ എല്ലാ ഘടകങ്ങളിൽ നിന്നും മാറി മാറി അകന്നകന്നങ്ങ് പോയി. ഇപ്പോൾ ഐഷ പോറ്റിക്ക് പിന്തുണയുമായി കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഐഷ പോറ്റി കോൺഗ്രസിൽ എത്തിയാൽ കൊട്ടാരക്കരയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കും. ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കര മണ്ഡലം തിരിച്ചുപിടിക്കാം എന്ന ശക്തമായ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. കെ സുധാകരനുമായും BD സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും ഒക്കെ ഐഷ പോറ്റി ചർച്ച നടത്തി എന്നാണ് അറിവ്. PV അൻവറിന് പിന്നാലെ ഐഷ പോറ്റി CPM-ന്റെ മുതിർന്ന നേതാവും CPM-ന്റെ ചന്താരകവുമായി ഒരിക്കൽ കരുതപ്പെട്ടിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നത് കോൺഗ്രസിന് വലിയ ശക്തിയായിരിക്കും, വലിയ ഒരു നേട്ടമായിരിക്കും. കോൺഗ്രസിന്റെ നീക്കങ്ങൾ വളരെ ബുദ്ധിപരമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഓരോ നീക്കങ്ങളും ഇരുചെവി മറുചെവി അറിയാതെയാണ് ഇപ്പോൾ പോകുന്നത്. ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവം കോൺഗ്രസ് ആർജിച്ചിരിക്കുന്നു. സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലെത്തിയത് ആ കേഡർ സ്വഭാവത്തിന് തെളിവാണ്. ഇരുചെവി മറുചെവി അറിയാതെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത്. PV അൻവർ കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി കോൺഗ്രസിന് വലിയൊരു ഉണർവ് തന്നെ ഉണ്ടായിരിക്കുന്നു. PV അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക മാത്രമേ വേണ്ടൂ. അതിനും ശേഷമാണ് ഐഷ പോറ്റി എത്തുന്നത്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്, വലിയ തിരിച്ചടിയുമാണ്.